മടി എന്ന വാക്കിന് മറ്റൊരു പദം ഉണ്ടോ എന്ന് ആരെങ്കിലും എൻ്റെ അമ്മയടുത്ത് ചോദിച്ചാൽ കല്യാണത്തിന് മുമ്പ് വരെ അമ്മ എൻ്റെ പേരായിരുന്നു പറയുന്നത്. അത്രയും മടിച്ചിയായിരുന്നു ഞാൻ. കമഴ്ന്ന് കിടക്കുന്ന പ്ലാവല എടുത്ത് മലർത്തിയിടില്ലായിരുന്നു. അമ്മാതിരി മടിയായിരുന്നു എനിക്ക്. മടിയെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കല്യാണം കഴിഞ്ഞതോടുകൂടി ആ മടിയൊക്കെ മാറി. കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറിയിട്ടില്ല, എന്നാലും ഏറെക്കുറെ എൻ്റെ മടിയെല്ലാം മാറി. എൻ്റെ കാര്യം മാത്രമല്ല, മിക്ക ഗേൾസും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മടിയൊക്കെ ആണെങ്കിലും എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് പുതിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് അത് കുക്ക് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് വെണ്ടയ്ക്ക കാരക്കുഴമ്പാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാരക്കുഴമ്പ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കുറച്ച് ഉഴുന്നും കൂടി ഇട്ടു. ഉഴുന്ന് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിവിടെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. കുഞ്ഞുള്ളി ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് പച്ചമുളകും ഒരു തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പൊടികൾ ഇടാൻ തുടങ്ങി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഇച്ചിരി കൂടുതൽ ഇടുന്നത് നല്ലതായിരിക്കും. പൊടികളെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുത്തു. ഇവിടെ കട്ടക്കായമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പൊടിക്കായത്തെക്കാളും കുറച്ചും കൂടി ചൊവയുള്ളത് കട്ടക്കായത്തിനാണെന്നാണ് ഇവിടുത്തെ അമ്മ പറയാറ്. ഇത് കഴിഞ്ഞ് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ചെറിയൊരു തിള വരാൻ തുടങ്ങിയപ്പോഴത്തേനും നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന വെണ്ടയ്ക്കയും വറ്റൽമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴത്തേനും നല്ല തിളച്ച് നല്ല കുറുകിയ ഒരു കറിയായിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി, ചോറ്, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്.